യുവരാജ് ചോദിക്കാം. അല്ല, എനിക്ക് അതിനകത്ത് അദ്ദേഹത്തോട് 2-3 കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഒന്ന്, അദ്ദേഹം ചോദിക്കുന്നത് 90 ദിവസത്തെ സമയമുണ്ട് SITക്ക്, പിന്നെ എന്തിനാണ് ഇപ്പോൾ ചർച്ച നടത്തുന്നത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇതേ അദ്ദേഹത്തോട് ചോദിക്കുന്നത് എന്തുകൊണ്ട് ജൂലൈ 3-ാം തീയതി അങ്ങോട്ട് പോയില്ല എന്ന് അദ്ദേഹം ചോദിക്കുന്നത്. 90 ദിവസത്തെ സമയമില്ലേ? അപ്പോൾ പിന്നെ 90 ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതിയായിരുന്നല്ലോ. എന്തിനാ ഇപ്പോൾ ആദ്യമേ പോകുന്നത്? ഇപ്പോൾ ചർച്ച നടത്താൻ പാടില്ലെങ്കിൽ പിന്നെ എന്തിനാ ആദ്യം പോകാതിരുന്നതിനെ കുറിച്ചിട്ട് നിങ്ങൾ ഇവിടെ കിടന്ന് ആശങ്കപ്പെടുന്നത്? അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഒന്ന്, അന്ന് എനിക്ക് വലിയ അത്ഭുതമൊന്നുമില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഡെക്കോറത്തെക്കുറിച്ച് പറഞ്ഞു. ഈ ഡെക്കോറത്തെക്കുറിച്ച് പറയുന്ന സാഹചര്യം ഉണ്ടായത്, മനാഫ് എന്ന് പറയുന്ന വ്യക്തി ഇവിടെ ചർച്ചാ ഫ്ലോറിലില്ല. ആ വ്യക്തിയെക്കുറിച്ച് നമ്മൾ ചർച്ച നടത്തുന്നത് ഡെക്കോറം മെയിൻറ്റെയിൻ ചെയ്യുന്നതല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തോട് തിരിച്ച് ഞാൻ പറഞ്ഞ കാര്യം, മനാഫ് എന്ന് പറയുന്ന വ്യക്തിയെ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് SIT 3 ദിവസം വിളിച്ച് ചോദ്യം ചെയ്ത ആളാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തെക്കുറിച്ചിട്ട് ചർച്ച ചെയ്യുക എന്ന് പറയുന്നത് ഈ സബ്ജക്റ്റിൻ്റെ മാറ്റർ ആയതുകൊണ്ടാണ്. അപ്പോൾ അതിനകത്ത് അല്ലാത്ത ഡെക്കോറം അന്വേഷിച്ച് പോകേണ്ടതില്ല എന്നാണ്. അത് അദ്ദേഹത്തോടാണ് പറഞ്ഞത് എന്ന് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് പോലും ഇല്ലാണ്ട് ഞാൻ വേറെ ആർക്കോ ക്ലാസ് എടുക്കാൻ പോയി എന്നാണ് അദ്ദേഹം മനസ്സിലാക്കുന്നതെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിലവാരം എന്താണ് എന്നുള്ള കാര്യം എനിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. അതെനിക്ക് മാത്രമല്ല, കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് മുഴുവൻ മനസ്സിലാവുന്നുണ്ട്. ഇനി അങ്ങ് ഇവിടെ കുറച്ച് നേരമായിട്ട് പറയുന്നുണ്ട് ഈ സൗജന്യ മർഡർ കേസ്, സൗജന്യയുടെ വീട്ടിൽ വിജയേന്ദ്ര പോകുന്ന സാഹചര്യം ഉണ്ടായി. എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഈ സൗജന്യ മർഡർ കേസിലെ ആക്ഷൻ കമ്മിറ്റിയും ഇതും തമ്മിൽ എന്താണ് ബന്ധം? എനിക്ക് മനസ്സിലായില്ല. സൗജന്യം എന്താ ധർമ്മസ്ഥലയിൽ കൊണ്ടുവന്ന് ആരും കാണാതെ കുഴിച്ചിട്ടു എന്നുള്ളതാണോ കേസ്? ഈ കേസുമായിട്ട് എന്താ ബന്ധം? നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഈ വളച്ചൊടിച്ച് കാര്യങ്ങൾ അല്ലല്ല, അടങ്ങിയിരിക്കും. ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞു കൊടുത്തോളാം. പബ്ലിക്കിനോട് പറയാൻ എനിക്കറിയാം. മനസ്സിലായില്ലേ? എൻ്റെ സഭയോട് എനിക്കറിയാം. കൃത്യമായിട്ട് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കാൻ എനിക്കറിയാം. 2012 ഒക്ടോബറിൽ സൗജന്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്ത് കൊല്ലുകയും ആ പെൺകുട്ടിയുടെ മൃതദേഹം ഒരു ഷാള് വെച്ച് കെട്ടി ഒരു മരത്തിൽ കെട്ടിവെക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ദുഃഖകരമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ കേസിൽ സന്തോഷ് റാവു എന്ന് പറയുന്ന ഒരു പ്രതിയെ പിടികൂടി. 2013 ഈ കേസ് CBIക്ക് വിട്ടു. 2013 ശേഷം CBI ആണ് ആ കേസ് അന്വേഷിക്കുന്നത്. 2023 CBI കോടതി ഈ പ്രതിയെ കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തി വെറുതെ വിട്ടു. ഞാൻ ആ കേസ് ഇപ്പം നമ്മുടെ കേരളത്തിൽ തന്നെയും കുറച്ച് നാളുകൾക്ക് മുമ്പ് 6 വയസ്സുള്ള ഒരു കുട്ടിയെ അയൽക്കാരൻ ബലാത്സംഗം ചെയ്തു എന്നുള്ള DOFI കാരനായിട്ടുള്ള അർജുൻ എന്ന് പറയുന്ന ഒരാൾ ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്ന ഒരു കേസ് ഉണ്ടാവുകയും കോടതിയിലെത്തിയപ്പോൾ പോലീസ് സബ്മിറ്റ് ചെയ്തിരിക്കുന്ന തെളിവുകൾ സ്റ്റാൻഡ് ചെയ്യാത്തത് കൊണ്ട് ആ പർട്ടിക്കുലർ വ്യക്തിയെ വെറുതെ വിടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ റേപ്പ് തെളിയിക്കുവാൻ വേണ്ടിയിട്ടുണ്ടാവേണ്ടുന്ന സയൻറ്റിഫിക് ആയിട്ടുള്ള പല എവിഡൻസുകളുടെയും കുറവ് കൊണ്ടാണ് വെറുതെ വിട്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ചില സമയങ്ങളിൽ പോലീസ് വളരെ സോഫ്റ്റായിട്ട് പോകുന്നത് കൊണ്ട് മാത്രം ഈ അന്വേഷണത്തിൻ്റെ തുടക്കത്തിലെ ഗോൾഡൻ അവേഴ്സ് മിസ്സാകുന്നത് കൊണ്ട് പല പ്രതികളും അത്തരത്തിൽ രക്ഷപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടാകലുണ്ട്. ഈ സൗജന്യ കേസ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ളൊരു കേസാണ്. പ്രതിയെ പിടികൂടി, പക്ഷെ ആ പ്രതിയെ കൺവിക്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള എവിഡൻസ് അവസാനം കോടതിയിലില്ല. നമ്മൾ പലപ്പോഴും പറയുമല്ലോ, കോടതിയിൽ സത്യമല്ല തെളിയിക്കേണ്ടത്, കുറ്റമാണെന്ന്. കുറ്റം തെളിയിക്കുവാൻ വേണ്ടിയിട്ട് പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടുപോയി. 2023 ആ കേസിന്റെ വിധി വന്നു, അയാളെ വെറുതെ വിട്ടു എന്ന് പറഞ്ഞിട്ട്. അതിനകത്ത് എല്ലാവർക്കും അമർഷമുണ്ട്. കേരളത്തിൽ ഇതുപോലൊരു കേസ് ഉണ്ടായപ്പോൾ നമുക്ക് എല്ലാവർക്കും എത്രമാത്രം ആത്മരോഷമുണ്ടായോ ഇതുപോലൊരു ആത്മരോഷം തീർച്ചയായിട്ടും കർണാടകത്തിലുള്ള പബ്ലിക്കിനും ഉണ്ട്. എനിക്ക് മനസ്സിലാകാത്ത കാര്യം, ഇത് ധർമ്മസ്ഥലയല്ല, ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഈ വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഈ കേസിനെ എങ്ങനെയാണ് ലിങ്ക് ചെയ്യിക്കാൻ പറ്റുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കർണാടകത്തിൽ അതിനുശേഷം 2-3 സർക്കാരുകൾ ഭരിക്കുന്ന സാഹചര്യം ഉണ്ടായി, CBI ഭരിക്കുന്ന സാഹചര്യം ഉണ്ടായി. നിങ്ങൾ ഈ ധർമ്മസ്ഥല എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഇത്തരത്തിലൊരു കേസ് സംഭവിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം ഇതിനെ എടുത്ത് കണക്ട് ചെയ്ത് ഇതിനകത്തോണ്ട് വെക്കുമ്പോൾ ആൾക്കാർ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ എന്താ കരുതുക എന്നറിയാമോ? അതാണ് ഇവരുടെയൊക്കെ ഉദ്ദേശവും. അതായത് ഇത് ആ സമയത്ത് സൗജന്യ എന്ന് പറഞ്ഞ വേറൊരു കേസ്, അനന്യ ഭട്ട് മാത്രമല്ല വേറൊരു കേസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ ഓൾറെഡി പോലീസ് FIR ഇട്ട് അന്വേഷിച്ച് പോലീസ് CBI അന്വേഷിച്ചാന്നേ. ആ പോലീസിന്റെ തുടക്ക സമയത്തിലുള്ള, ഇപ്പം അത് ആര് ഭരിച്ചു എന്നുള്ളതല്ല വിഷയം, പോലീസിന്റെ തുടക്ക സമയത്തിലുള്ള മെല്ലെ പോക്ക് കാരണം അവിടെ പ്രശ്നമുണ്ടായിട്ടുണ്ട്. അവിടെ ഈ സന്തോഷ് റാവു എന്ന് പറയുന്ന ഒരാൾ മാത്രമല്ല, അയാൾക്ക് 2-3 സഹായികൾ കൂടി ഉണ്ട് എന്നുള്ളതായിരുന്നു മൊത്തത്തിലുണ്ടായിരുന്ന ഒരു നിഗമനം. ആ സഹായികളിലേക്ക് അന്വേഷണം പോവുകയോ അതിലേക്ക് കാര്യങ്ങൾ എത്തുകയോ ചെയ്യാത്തത് കൊണ്ട് മാത്രമാണ് ഈ സന്തോഷ് റാവു ഉൾപ്പെടെ വെറുതെ വിടുന്ന സാഹചര്യം ഉണ്ടായത്. അതിനെ എടുത്ത് ട്വിസ്റ്റ് ചെയ്ത് വേറൊരു തലത്തിൽ ഇവിടെ കൊണ്ടുവന്ന് അതിൻ്റെ ഇടയിലോട്ട് അങ്ങ് ഫിക്സ് ചെയ്ത് ചുമ്മാ
ചുമ്മാ വായ്ത്താള അടിക്കാനുള്ള കഴിവുണ്ട്, ചുമ്മാ വന്നിരുന്ന് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞ് ചർച്ച അലമ്പാക്കി ആൾക്കാരുടെ മുഴുവൻ ശ്രദ്ധയും ആൾക്കാരുടെ മുഴുവൻ അറ്റൻഷനും വേറൊരു സ്ഥലത്തേക്ക് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോയിക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ട് തെറ്റിദ്ധരിപ്പിച്ചിട്ട് മുമ്പോട്ട് പോവുക എന്ന് പറയുന്നത് നടക്കാത്ത കാര്യമാണ്. ഇതാണ് എനിക്ക് ആ കേസിനെ കുറിച്ചിട്ട്, സൗജന്യ കേസിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. തീർച്ചയായിട്ടും ആ വീട്ടുകാർക്ക് നീതി കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് ഞങ്ങൾക്ക് നല്ല നിശ്ചയമുണ്ട്. കാരണം ആ കുട്ടി റേപ്പ് ചെയ്യപ്പെട്ട് കൊല്ലപ്പെട്ടു എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് എല്ലാവർക്കും ധാരണയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ വീട്ടിൽ പോയിട്ട് ഒരു ഭരണകക്ഷിയുടെ പാർട്ടി എന്നുള്ള നിലയിൽ അവരോട് മാപ്പ് പറയുക എന്ന് പറയുന്ന ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട്. അത് ഉത്തരവാദിത്വമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ BJPയുടെ അവിടുത്തെ സംസ്ഥാന അധ്യക്ഷൻ ചെയ്തിട്ടുണ്ടാവും. അതിന് ഇവിടെ വന്നിരുന്നിട്ട് ഈ ധർമ്മസ്ഥലയിൽ ഇവിടെ നിങ്ങളും മനാഫും കൂടെ തള്ളിക്കൊണ്ടുവന്നിരിക്കുന്ന ഉണ്ടയില്ല വെടി പൊട്ടിപ്പോയതിൻ്റെ ആവേശത്തിൽ വന്നിരുന്ന് കൂവുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല എന്ന് അങ്ങയോട് ഞാൻ വിനീതമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. ഇനി അങ്ങയോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, അങ്ങ് പറഞ്ഞു ഇപ്പൊ 2016 മുതൽ 2022 വരെ ഏതാണ്ട് 6000-ഓളം സ്ത്രീകൾ തിരിച്ചു വന്നിട്ടില്ല ഇവിടെ നിന്ന് മിസ്സായി പോയത്. ഇവരെ എല്ലാവരെയും കൂടെ അന്വേഷിച്ചിട്ടാണ് നിങ്ങൾ ധർമ്മസ്ഥലയിലേക്ക് പോയത് എന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് വല്ലാത്തൊരു ശുഷ്കാന്തിയാണല്ലോ. ഇവരെ എല്ലാവരുടെയും കൂടെ മൃതദേഹം അന്വേഷിച്ച് നിങ്ങൾ ഒരൊറ്റ ധർമ്മസ്ഥലയിലേക്ക് പോയിന്ന്. ഇനി SIT എന്ത് കണ്ടെത്തി എന്നാണ് അങ്ങ് ചോദിക്കുന്നത്. SIT കണ്ടെത്തിയ കാര്യം എന്ന് പറയുന്നത് ഇത് 2 ദിവസം മുമ്പത്തെ ഇന്ത്യ ടുഡേ വാർത്തയാണ് കേട്ടോ, ഒരുപാട് കാലം മുമ്പത്തെ ഒന്നുമല്ല. 2 ദിവസം മുമ്പ് ഇന്ത്യ ടുഡേ അതായത് പറഞ്ഞിരിക്കുന്ന അനുസരിച്ചിട്ട് അവര് ഭാരതീയ ന്യായ സംഹിത അനുസരിച്ചിട്ട് പെർജറിക്കും ഫോർജറിക്കും ഫാബ്രിക്കേഷൻ ഓഫ് എവിഡൻസിനും ചിന്നയ്യ എന്ന് പറയുന്ന നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ആ ശുചീകരണ തൊഴിലാളിക്കെതിരെ കേസെടുത്തു എന്ന് പറയുന്നത് SIT ആണ്, ഞാനൊന്നും അല്ല പറയുന്നത്. ഈ ചിന്നയ്യക്കെതിരെ കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് നമുക്ക് നല്ല നിശ്ചയമുണ്ട്. എന്തുകൊണ്ടാണ്? കാരണം അയാൾ ഈ പറയുന്ന ഇത്രയും സ്ഥലത്ത് ഞാൻ മൃതദേഹം കുഴിച്ചിട്ടു എന്ന് പറയുകയും അവിടെ നിന്നൊരു സാരിത്തുമ്പ് പോലും മര്യാദയ്ക്ക് കിട്ടാതെ ഇരിക്കുകയും ചെയ്യുമ്പോൾ അയാളെക്കുറിച്ച് അന്വേഷിക്കുകയും അയാൾ ഈ കേസിന് ബലം കിട്ടുവാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന തലയോട്ടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഒരു സ്ത്രീയുടെ തലയോട്ടി എന്ന് പറഞ്ഞ് കൊണ്ടുവന്നതാണ്, ഒരു സ്ത്രീയുടെ തലയോട്ടിയാണ് ഇതെന്ന് പറഞ്ഞ് കൊണ്ടുവന്നത്. ഒടുവിൽ പരിശോധനയിൽ അതൊരു പുരുഷന്റെ തലയോട്ടിയാണെന്ന് തെളിയുകയും ഇത്തരത്തിലുള്ള മുഴുവൻ കുഴപ്പങ്ങളും ഉണ്ടാക്കുകയാണ് എന്ന് മനസ്സിലായപ്പോഴുമാണ് SIT ഈ തരത്തിൽ കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. നിങ്ങൾ ഈ 10, 16, 17 സൈറ്റുകൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഈ 16, 17 സൈറ്റുകളിൽ നിന്നും കൃത്യമായിട്ട് എവിഡൻസ് എന്തെങ്കിലുമൊക്കെ അത്തരത്തിൽ ദുരൂഹമായിട്ട് സംഭവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ സംഭവിച്ചതിൻ്റെ എവിഡൻസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുവാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ചർച്ചയുടെ തന്നെ ആവശ്യമേ ഉണ്ടാകില്ലായിരുന്നു. കാരണം അവിടെ കുഴപ്പം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ഇനി SIT എന്താ വന്നതെന്ന് നിങ്ങളോട് പറഞ്ഞു തരേണ്ടത്, SIT നിങ്ങളോട് എന്താ വന്നതെന്ന് പറഞ്ഞു തരേണ്ടത്. അവിടെ ഒന്നും കിട്ടുന്നില്ല എന്നുള്ള കാര്യം അവിടെ നിൽക്കുന്ന മുഴുവൻ മാധ്യമ സ്ഥാപനങ്ങൾക്കുൾപ്പെടെ അറിയാവുന്നതല്ലേ. ഇത്രയധികം മാധ്യമങ്ങൾ, ഇന്ത്യയിലുള്ള എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതല്ലേ, ഇന്ത്യയിലുള്ള എല്ലാ ഭാഷയിലുള്ള മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതല്ലേ. ഈ പറയുന്ന സൈറ്റിൽ നിന്ന് ഒന്നും കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം 2-3 സൈറ്റുകളിൽ നിന്ന് ഒരാളുടെ ഒരു സ്കെൽട്ടന്റെ തന്നെ പല ഭാഗങ്ങൾ കിട്ടിയിട്ടുണ്ട്. 2-3 സൈറ്റുകളിൽ നിന്ന് ഒരു സ്കെൽട്ടന്റെ തന്നെ പല ഭാഗങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഒരു വ്യക്തിയുടെ തന്നെ, ആ വ്യക്തി എന്ന് പറയുന്ന ഒരു പുരുഷനാണെന്നുള്ള കാര്യം തെളിയിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇത്രയധികം സ്ത്രീകളെ ഇവിടെ കൊണ്ടുവന്ന് റേപ്പ് ചെയ്ത് കുഴിച്ചിട്ടു എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു എവിഡൻസും തരാനില്ലാതാവുമ്പോൾ SIT ഒന്നും പറഞ്ഞില്ലല്ലോ. SIT ഇനി എന്താന്ന് പറയേണ്ടത് നിങ്ങളോട്? ഇനി ഉരുട്ടി വാക്കി അകത്ത് വെച്ച് കൊമ്പിട്ട് കുത്തി വെള്ളവും കൂടെ ഒഴിച്ചു തന്നാൽ മാത്രമേ മനസ്സിലാകാൻ പറ്റൂ എന്നുള്ള തലത്തിലല്ല ഇന്ത്യയിലെ പബ്ലിക് നിൽക്കുന്നത്. അവർക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നേ. ആ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൊണ്ട് മാത്രമാണ് 10 ദിവസം മുമ്പ് ഇവിടെ വന്നിരുന്നിട്ട് സുജാത ഭട്ട് എന്റെ അണ്ടറിലാണ് എന്ന് പറഞ്ഞ ആള് ഇന്ന് കോഴിക്കോട് അങ്ങാടിയിൽ വന്ന് നിന്നിട്ട് സുജാത ഭട്ടിന് വട്ടാണ് എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായത്. 10 ദിവസം കൂടെ കഴിഞ്ഞോട്ടെ ഇതേ പുള്ളിക്കാരൻ തനിക്ക് വട്ടാണെന്ന് പറഞ്ഞു ഓടും. ഒരു സംശയം ഉണ്ടാവണ്ട. എനിക്ക് വട്ടാണ് എന്നും പറഞ്ഞ് തനിയെ എഴുന്നേറ്റ് കോഴിക്കോട് അങ്ങാടി കൂടെ ഓടുന്ന സാഹചര്യം ഉണ്ടാകുന്ന സാഹചര്യം വീണ്ടും ഉണ്ടാവും. കാര്യം വെച്ചാൽ ഇതിലൊക്കെ വേറെ എങ്ങനെയാന്ന് രക്ഷപ്പെടുക? ഇത് മുഴുവൻ ഞാനാണ് ചെയ്തത്, എൻ്റെ അണ്ടറിലാണ് മുഴുവൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പറയുകയാണ് എനിക്കിതൊന്നും അറിഞ്ഞുകൂടായിരുന്നു, എന്നെ ആരൊക്കെയോ ചേർന്ന് പറ്റിച്ചതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണെന്ന് ഇത് ശരിയാവുക? കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെന്താ ഇത് ചുമ്മാ ഈ നാട്ടിലിറങ്ങി നിന്ന് ആർക്കെതിരെ നട്ടാക്കുരുക്കാത്ത എന്തെങ്കിലുമൊക്കെ ആരോപണം ഉന്നയിക്കുക. ആരോപണം ഉന്നയിച്ച് കഴിയുമ്പോൾ അതിന്റെ പുറകെ ആൾക്കാരങ്ങ് പൊയ്ക്കോളണമെന്ന് തിട്ടൂര് ഇറങ്ങുക. അത് പോവാതെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ പറഞ്ഞത് കള്ളമാണെന്ന് തെളിയുമ്പോൾ അത് ചർച്ചയ്ക്ക് എടുക്കുമ്പോൾ നിങ്ങൾ അന്ന് അത് ചർച്ച ചെയ്തില്ലല്ലോ, ഇന്നിതെന്താ ചർച്ച ചെയ്യുന്നതെന്ന് ചോദിക്കുക. ഇത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിപ്പോ ചർച്ച ചെയ്യേണ്ട, ഇതിന് 90 ദിവസം കഴിഞ്ഞ് ചർച്ച ചെയ്താൽ മതി എന്ന് പറയുക. എന്താ ഇത്? നിങ്ങളെന്താ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ മൊത്തം പൊട്ടന്മാരാണെന്നാണോ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്?